ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. ഏത് മൂടി എന്ന് പറഞ്ഞ് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ സ്റ്റേജിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. മരണത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കാൻ ഇതിലും വലിയ ഉദാഹരണം വേറെ എന്ത് വേണം? സാധാരണ പറയാറുണ്ട് മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ് എന്നുള്ളത്. ജീവിതത്തിലേക്ക് എപ്പോഴാണ് മരണം കടന്നു വരുന്നത് എന്ന് ആർക്കറിയാം? തൊട്ടടുത്ത നിമിഷത്തിൽ എനിക്ക് മരണമാണ് എന്ന് തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ജുനൈസ് എന്ന ചെറുപ്പക്കാരൻ ഇതായിരുന്നോ ചെയ്യുക? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാചകമുണ്ട്, ഫസ്വല്ലി സ്വലാത്ത മുവദ്ദിഈൻ, നിന്റെ അവസാനത്തെ നമസ്കാരമാണ് ഇത് എന്ന നിലക്ക് നീ നമസ്കരിക്കുക. ഞാൻ സംസാരിക്കുന്ന വ്യക്തിയോട് എന്റെ അവസാനത്തെ കൂടിക്കാഴ്ചയാണിത് എന്നറിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് സംസാരിക്കുക? ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ഒരുപക്ഷെ എന്റെ ജീവിതത്തിലെ അവസാനത്തെ കർമ്മമാണ് എന്നറിഞ്ഞാൽ ആ കാര്യം എത്ര സൂക്ഷ്മതയോടെ ആയിരിക്കും ഞാൻ ചെയ്യുക? സൂറത്തുൽ ലുഖ്മാനിലെ 34-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വമാ തദ്രി നഫ്സും ബി അയ്യി അർളിൻ തമൂത്ത്, ഒരു മനുഷ്യനും അറിയുകയില്ല അവൻ ഏതു മണ്ണിൽ വെച്ചാണ്, ഏത് ഭൂമിയിൽ വെച്ചാണ്, എവിടെ വെച്ചാണ് മരണപ്പെടുക എന്നുള്ളത്. എത്ര സൂക്ഷ്മമായൊരു പ്രയോഗമാണത്. തൊട്ടടുത്ത നിമിഷം എനിക്ക് മരണം വരാനുണ്ട് എന്ന ബോധത്തോടു കൂടിയാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ കർമ്മങ്ങളും നമ്മൾ ചെയ്യുന്നത് എങ്കിൽ ജീവിതത്തെക്കുറിച്ച് കൃത്യമായൊരു വിഷൻ നമുക്കുണ്ടായിരിക്കും.